വിഷ്വൽസിനൊക്കെ 2 ദിവസത്തെ പഴക്കമുണ്ടെങ്കിലും വിശേഷങ്ങളൊക്കെ പുതിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എന്തായി വീടിൻ്റെ മുകളിലത്തെ പണിയെന്നൊക്കെ കേട്ടോ. പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇനിയാണ് പണികൾ മുഴുവനുള്ളത്. കാരണം അവിടെ ഇങ്ങനെ നിറച്ച് സിമെൻറ്റും അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ളൊരു ഭാഗം കൂടെ ക്ലീൻ ആക്കി എടുത്ത് അവിടെ എന്തെങ്കിലും ഒരു പെയിൻറ്റും കൂടെ അടിച്ചിടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ എംസാൻ്റൊക്കെ കുറച്ചധികം അവിടെ ബാക്കി വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ട് ചാക്കിലാക്കി വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഇങ്ങനെ നിരന്ന് പോവും. അപ്പം നമുക്ക് അവിടെ നിന്ന് റൂമിലേക്ക് കിടക്കുമ്പോഴാണെങ്കിൽ നിറച്ച് കാലിൽ മണ്ണൊക്കെ ആയിട്ടേ എനിക്കാണെങ്കിൽ ഈ മണ്ണും പൊടിയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചു കിട്ടും. പിന്നെ നമ്മളുടെ എന്നത്തെ സഞ്ചാരം പോലെ കല്യാണിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വഴിയാണെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്തും എല്ലായിടത്തും ഞാൻ അപേക്ഷകളും കാര്യങ്ങളും ഒക്കെ വയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണനെ പോലുള്ള ഉണ്ണികൾക്കൊക്കെ വഴി എന്ന് പറയുന്നത് അവകാശമാണ്. അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങളാണെങ്കിലും തെറാപ്പിയുടെ സൗകര്യങ്ങളാണെങ്കിലും എല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വഴി എന്ന് പറയുന്നത്. അത് ഞാൻ ഈ വീട് വാങ്ങിയപ്പോൾ മുതൽക്ക് നമ്മളുടെ ഇവിടുത്തെ അധികാരികളെയൊക്കെ അറിയിക്കുന്നതാണ്. അപേക്ഷയായിട്ട് എന്താ ഇപ്പോൾ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഒന്നും ഭാഗത്തുനിന്ന് ഒരു നല്ല റെസ്പോൺസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ശരിയാണ്, അവർക്ക് ഫണ്ടില്ല എന്നൊക്കെയാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. നമുക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വേണ്ട നമുക്കൊന്നും. നമുക്ക് ഭിന്നശേഷി ഫണ്ടെന്ന് പറഞ്ഞിട്ട് ഫണ്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും അറിയുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളും അറിയാതെ നമ്മളുടെ അവകാശങ്ങൾ, നമ്മൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അവകാശങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആരുടെയും ഔദാര്യമല്ല നമ്മൾ ചോദിക്കുന്നത്, നമ്മളുടെ അവകാശങ്ങളൊന്നും നമ്മൾ അറിയാതെ പോവാണ്. സത്യത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പോലും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മളുടെ അടുത്ത് ആരും പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. സാധാരണ ഗ്രാമസഭയ്ക്ക് നമ്മൾ പോവാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴും നമ്മുടെ അധികാരികൾ പറഞ്ഞത് ഫണ്ടില്ല എന്ന് തന്നെയാണ്. അതെപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് പഞ്ചായത്ത് ഫണ്ടല്ല നമ്മൾ ചോദിക്കുന്നത് ഭിന്നശേഷിക്കാർക്കായിട്ട് ഇത്ര ശതമാനം ഫണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെയ്യാനൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ. പക്ഷേ മഴക്കാലം ആകുമ്പോഴേക്കും നമുക്ക് വഴിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു പണിയാണെങ്കിലും അതുപോലെ നമ്മുടെ മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ആണെങ്കിലും മഴക്കാലത്തൊന്നും നമ്മുടെ വീട്ടിലേക്ക് വലിയ വണ്ടികൾ വരില്ല. കാരണം വണ്ടികളൊക്കെ താഴ്ന്നു പോവും. എന്തിനു പറയുന്നു, പോസ്റ്റ്മാൻ പോലും വരാനായിട്ട് മടിക്കുകയാണ്. കാരണം ബൈക്ക് കൊണ്ടുവന്നാൽ, 2 വീലർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്കിഡായിട്ട് താഴെ കിടക്കുന്ന ഒരു പരിവാണ് നമ്മളുടെ വഴിയുള്ളത്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻകുട്ടീനെ എടുത്തിട്ട് കല്യാണിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത്. പക്ഷേ നമ്മൾ വേനൽക്കാലം ആവട്ടെ എന്തെങ്കിലും പറയാമെന്നുള്ളതിലൊക്കെ നിന്നു. പക്ഷെ ഇപ്പോഴും ഒന്നും ആവാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്.